ഇപ്പൊ ഇവർ ഇസ്തിഗാസത്തിന്റെ വിഷയത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ നോക്ക്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഉസ്താദ് അസുഖമായി എഴുന്നേറ്റതിന്റെ ശേഷം മർക്കസിൽ നടന്ന ഒരു സഖാഫി സംഗമത്തിൽ AP ഉസ്താദ് പറയുന്നുണ്ട്, ഇന്ന് കുറച്ച് ആളുകളുണ്ട്, അവർക്ക് ഇസ്തിഗാസ വിരുദ്ധ പ്രസ്ഥാനം, അത് ശിർക്കൊന്നുമല്ല, അത് ചെയ്തതുകൊണ്ട് ദീനെന്ന് പുറത്താവുന്നില്ല, എന്നാലും അത് നിരുത്സാഹപ്പെടുത്തണം. അടിത്തറയാണിത്. കൊട്ടപ്പുറത്ത്, പൂനൂരിൽ അങ്ങനെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ മഞ്ചേശ്വരത്ത്, എടമുട്ടത്ത്, ആലുവയിൽ, മൂവാറ്റുപുഴയിൽ എല്ലാ വാദപ്രതിവാദങ്ങളും നടന്നത് എന്തിനാ? ഇസ്തിഗാസയാണ്. ആ ഇസ്തിഗാസയിൽ നിന്ന് പിന്തിരിയാനുള്ള ശ്രമങ്ങൾ ചിലർ ബോധപൂർവം ഉണ്ടാക്കുകയാണ്, മൗലവിമാരുടെ പ്രഭാഷണങ്ങൾ പോലെ. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ AP ഉസ്താദ് പറയുന്നത്. പറയുകയുണ്ടായി, ഒരു പുതിയ പ്രസ്ഥാനം ഇപ്പൊ ഇടക്കിടക്ക് അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്തിഗാസ ചെയ്യാതെ ശിർക്കൊന്നും അല്ലെങ്കിലും മുസ്ലിക്കൊന്നും അല്ലെങ്കിലും ഞാൻ ചോദിച്ചോളൂന്നില്ല. ഈ എത്രയാണാ ചോദിച്ചത്? ഇമാം ബൂസീരി മാത്രമല്ല, ഇബ്നുൽ ഹൈതമി തങ്ങൾ വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂലിനോട് എൻ്റെ ഈമാൻ സലാമത്താക്കി തരണം, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമെന്നത് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഇമാം ഇബ്നുൽ ഹൈതമി, ഇമാം സുബ്കി, ഇമാം സുയൂത്തി തെളിവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? സഖാഫിമാർക്ക്. എന്താ സംഭവം എന്നറിയോ? EK ഉസ്താദിന് ആദർശ ചോർച്ചയുണ്ടായി എന്ന് പറഞ്ഞവർ, മശായിഖന്മാര് വേണ്ട ഞങ്ങൾ തന്നെയാണ് ശൈഖ് എന്ന് പറഞ്ഞവർ, ഏറ്റവും അടിസ്ഥാനപരമായ ഇസ്തിഗാസയുടെ വിഷയത്തിൽ പോലും നേർക്കുനേരെയുള്ള തേട്ടത്തിന്റെ വിഷയത്തിൽ അവരുടെ നിലപാട് മാറ്റം വ്യക്തമാണ്. ഇനി അത് ഞാൻ വ്യക്തമായി കേൾപ്പിക്കുകയാണ്. മുഹിയുദ്ദീൻ ശൈഖ് സഹായിച്ചു, അല്ലെങ്കിൽ ബദരീങ്ങൾ സഹായിച്ചു എന്ന് നേർക്കുനേരെ പറയാൻ പറ്റുമോ എന്നൊരു ചർച്ച. ആ ചർച്ചയിൽ പേരോട് സഖാഫി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ പറയാതിരിക്കലാണ് അദബ്. അങ്ങനെ പറയൽ ശരിയായ അദബല്ല. നിങ്ങൾ നോക്ക്, വഹാബികളല്ല ഈ പറയുന്നത്. EK ഉസ്താദിന് ആദർശമില്ലെന്ന് പറഞ്ഞവർ എവിടെ വരെ എത്തി? ഇന്ന് വരെ ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. വ്യക്തമായ ആദർശ ചോർച്ചയിലേത് ഇസ്തിഗാസയുടെ വിഷയം. ഒന്ന് കേട്ടു നോക്ക്. അള്ളന്നെയാണ് തരുന്നത് എന്ന് കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ പറയുന്നത് ശരിയായ അദബല്ല. എങ്ങനെ പറയുന്നത്? ബദരീങ്ങൾ എന്നെ സഹായിച്ചു. പിന്നെ എങ്ങനെ പറയണം? അല്ലാഹു സഹായിച്ചു ബദരീങ്ങൾ മുഖേന എന്ന് പറയണം. നിങ്ങൾ നോക്ക്, എന്താ അസുഖം നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? പണ്ട് വാഴക്കാട്ട് വെച്ച് ഒരു വാദപ്രതിവാദം, സുന്നികളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത് EK ഹസൻ മുസ്ലിയാർ, മുജാഹിദുകളെ പ്രതിനിധീകരിച്ച് ചേകനൂർ മൗലവി. അയാളന്ന് മുജാഹിദ് ആയതാണ്. മുജാഹിദ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിലാണ് അയാൾ പുതിയ മതം ഉണ്ടാക്കിയത്. ഇതും പുതിയ മതം തന്നെ. ആദ്യം അയാൾ പിന്നെ ദർസിലൊക്കെ പോയി തലീകെട്ട് കെട്ടി, പിന്നെ വഹാബിയായി, പിന്നെ അയാൾ ചേകനൂർ മതം തന്നെ ഉണ്ടാക്കി. അങ്ങനെയാണ് അയാളെ വഴി. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃരംഗത്ത് ചേകനൂർ മൗലവി ഉണ്ടായ കാലത്ത് കറാമത്ത് മുഅ്ജിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാഴക്കാട്ടൊരു വാദപ്രതിവാദം. അപ്പം ഈ മുഅ്ജിസത്തിനെ കുറിച്ച് ഇങ്ങനെ ചേകനൂര് പറയുമ്പോഴൊക്കെ അയാൾ പറയും അല്ലാഹു ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നിങ്ങനെ അയാൾ പറയും. അപ്പൊ അസമുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ എന്താണ്
ഈ കറാമത്ത് മൊയ്സത്ത് പറയുമ്പോൾ മാത്രം അല്ല ഉദ്ദേശിച്ചാൽ ഇങ്ങനെ പറയുന്നത്. ഇവിടെ അല്ല ഉദ്ദേശിക്കാതെ വല്ലതുണ്ടാവുന്നു ഞങ്ങൾ ആരോ പറഞ്ഞു. സാധാരണ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ടല്ലോ, ഭാര്യ ചായ തന്നു, അവിടെ അള്ളാഹു ഭാര്യ മുഖേന തന്നു, അല്ലെങ്കിൽ ഭാര്യ അള്ളാഹുവിന് മുഖേന തന്നു, ഇങ്ങനെ പറയുന്നില്ലല്ലോ. അപ്പൊ അസുഖം എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അന്ന് EKS മുസ്ലിയാർ പഠിപ്പിച്ചതാ, ഇതാണ് അസുഖത്തിന്റെ പ്രധാന കാരണം. അള്ളാഹുവാണ് ഇവിടെ എല്ലാ സഹായം ബോധ്യപ്പെടാത്ത ആരാ മുഅ്മിനീങ്ങളിലുള്ളത്? എല്ലാരും വിശ്വസിക്കുന്നതല്ലേ അള്ളാഹുവിൽ നിന്നല്ലാതെ സഹായമില്ല, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. അതിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൂട്ടിച്ചേർക്കല. ഭാര്യ ചായ തന്നു, അല്ലെങ്കിൽ അള്ളാഹു ആണ് തന്നത്, ഭാര്യ മുഖേനയാണ്, അല്ലാതെ പറയൽ അതപകേടല്ല, അതപകേടാണെന്ന് പറയലാണോ ദീൻ? അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വഹാബി മൗലവിന്റെ ശൈലിയും വിശ്വാസവും കൃത്യമാണ് ഇവരുടെ ഭാഷയിൽ. ഇന്നലത്തെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞത് കുറച്ച് കടന്ന കയ്യാണ്. ഇനി കേട്ടാ തോന്നും അള്ളി ഔലിയാക്കളും വേറെയാണ് എന്ന് പറഞ്ഞാൽ അള്ളൊരു പക്ഷത്തും അതിന്റെ പ്രതിപക്ഷത്തെ ഔലിയാക്കളും. ആ കോലത്തിലൊരു വഹാബി പ്രസംഗിക്കുന്ന ലുക്കിലാണ് ഇപ്പൊ പറഞ്ഞ് ആയത്തൊക്കെ ഓതിയിട്ട് സമർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ടായി പോക്ക്? ഈ സമൂഹത്തെ എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? കഴിഞ്ഞ ദിവസം സാഹിത്യോത്സവിന്റെ വേദിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ശകലം കേട്ടു നോക്ക്. ആയം അല്ലാഹുവിങ്കൽ നിന്നാണ്. അതെ, 5000 5 ലക്ഷമല്ല, 5 കോടി മലക്കുകൾ ഉണ്ടെങ്കിലും അല്ല സഹായിക്കുന്നില്ലെങ്കിൽ ഒരാൾക്കും സഹായം കിട്ടൂല. ഇതുപോലെ 5 കോടി ഔലിയാക്കൾ ഉണ്ടായാലും 5 കോടി അതേ ഔലിയാക്കൾ ഉണ്ടായാലും 5 കോടി തങ്ങന്മാരുണ്ടായാലും 5 കോടി ഔലിയാക്കൾ ഉണ്ടായാലും ഇനി ആരുണ്ടായാലും അല്ല സഹായിക്കാതെ ഒരു സഹായവും കിട്ടൂല. അന്ന് ചേകനൂരിന് പിടിപെട്ട അതേ അസുഖാണ്. 5 കോടിയാ കോടിമലാപ്പള്ള. 5 കോടി ഔലിയാക്കന്മാരുണ്ടായാലും അല്ല സഹായിക്കാതെ ഇവിടെ ഒരു സഹായമില്ല. എന്തിനാ എടുത്തു? ഇത് വഹാബിസത്തിന്റെ ആണിക്കൽ. ഓല ആയത്തൊക്കെ ഓതിനെന്തിനാ? അള്ളാഹിനെ കുറിച്ചുള്ള ആയത്ത് ഓല എന്തിനാ ഓതിന്? ഔലിയാക്കളെ നിന്ദിക്കാൻ. അള്ളാഹുവിന്റെ മഹത്വം പഠിപ്പിക്കുന്നവരാ ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാരെ സഹായം അള്ളാഹുവിൽ നിന്നാന്ന് അറിയാത്തവരില്ല അവിടെ. ഔലിയാക്കന്മാർ എന്ന് പറയുമ്പോ അപ്പ പറയുന്നത് അത് അല്ല മുഖേന, അല്ലെങ്കിൽ അവര് മുഖേന അല്ല സഹായിച്ചു. ഇനി 5 കോടി ഔലിയാക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല, അള്ളാഹിന്റെ സഹായം അല്ലാതല്ല. അപ്പൊ ഈ അദബുകേട് ഇസ്തിഗാസയിൽ നിന്ന് ഒഴിവായി വരികയാണ്. അതാണ് കർണാടകയിലെ ഒരു മക്ബറയിൽ ചെന്ന് ആ മക്ബറയിൽ കിടക്കുന്ന മഹാന്റെ ദർബാറിലേക്ക് ചൂണ്ടിയിട്ട് ഈ മക്ബറയിലേക്ക് പലരും നേർച്ച നേരാറുണ്ട് രോഗം മാറാൻ. എന്നാൽ ഈ മഹാന് രോഗം മാറ്റാൻ കഴിയില്ല. കൃത്യമായി അവിടെ വന്ന് വാഴ്ന്നു പറയാ. ഒരു ഡോക്ടറെ മുമ്പിൽ വന്ന് പ്രഗത്ഭനായ ഒരു ഡോക്ടർ പറയാ, എനിക്ക് ചികിത്സിക്കാൻ കഴിയൂല പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അന്ന് നടത്തിയ പ്രസംഗം നമ്മളത് മറന്നിട്ടില്ല, വെച്ചു കൊടുക്കും. ഈ മക്ബറയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുബ്ഹാനല്ലാഹ് കോഴിയും പത്തിരിയും ഒക്കെ മുതഅല്ലിമീങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ മക്ബറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ? ഇല്ല, അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. അതാണ് അവിടെ എത്തുമ്പോ നിമിത്തം ചാടും. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാട്ടോ. ഔലിയാക്കൾക്ക് ഒരു കഴിവില്ല, 5 കോടി മലക്കുകൾ ഉണ്ടെങ്കിലും കഴിവില്ല. ചേകനൂരിന്റെ അതേ അസുഖം. എന്നാൽ അതേ പ്രസംഗത്തിൽ തന്നെ, ഇന്നലത്തെ സാഹിത്യോലോ പ്രസംഗത്തിൽ തന്നെ മൂപ്പര് പറയാ, മനുഷ്യർക്ക് പല കഴിവുകളും ഉണ്ട്. തെങ്ങ് കയറുന്ന ആൾക്ക് തെങ്ങ് കയറാനുള്ള കഴിവുണ്ട്, അവിടെ മുഖേനല്ല. അവിടെ ഈ പറഞ്ഞൊരു സംഭവമില്ല. അതാണ് ചേകനൂരിന്റെ ഐനി അസുഖം. ചേകനൂർ ഏത് വിഷയം, അമ്പിയാ ഔലിയാക്കന്മാരെ കറാമത്ത് മൊയ്സത്ത് പറയുമ്പോൾ അള്ളാന്റെ മുഖേന, അള്ളാഹ് ഉദ്ദേശിച്ച് ഇതിങ്ങനെ പറയും. അത് അസമോലേര് പറഞ്ഞത് ഇങ്ങനെ പുട്ടുക്ക് തേങ്ങന പോലെ പറയണമെന്നില്ല. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുള്ളൂ. അപ്പൊ അസുഖം വേറെയാണ്. ഇനി തെങ്ങുമ്മ കയറാനുള്ള കഴിവ് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. സാഹിത്യോത്സവിൽ തന്നെ പല കഴിവുകൾ ഉണ്ട്, നമുക്കറിയാമല്ലോ. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെ അല്ല.
ചിലർക്ക് തെങ്ങ് കയറാൻ കഴിവുണ്ട്, ചിലർക്ക് ഒരു തളപ്പ് കയറാൻ കഴിയില്ല. വേറെ ചിലർക്ക് സുബ്ഹാനല്ലാഹ് പ്ലെയിൻ ഓട്ടാനുള്ള കഴിവുണ്ട്, ചിലർക്ക് സൈക്കിൾ ഓട്ടാനുള്ള കഴിവില്ല. ചിലർക്ക് നീന്താൻ കഴിവുണ്ട്, വേറെ ചിലർക്ക് അതില്ല. മറ്റു ചിലർക്ക് സാമ്പത്തികമായ കഴിവുണ്ട്, ചിലർക്കതില്ല. അതേപോലെ ചിലർക്ക് ചിന്താശക്തിയുണ്ട്, അങ്ങനെ പലതും കണ്ടെത്താൻ കഴിയുന്നുണ്ട്, മറ്റു ചിലർക്ക് അതില്ല. ചിലർക്ക് നേതൃത്വത്തിന് കഴിവുണ്ട്, മറ്റു ചിലർക്ക് അതില്ല. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഉള്ളവരാണ് ലോകത്തുള്ള ജനങ്ങൾ എന്ന് മാത്രമല്ല ജനങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ എവിടെങ്കിലും കേട്ടോ മുഖേനാന്ന് അനി അല്ലാഹു കൊടുത്തിട്ട് എന്ന് കേട്ടോ? എന്നിട്ട് അയാള് അങ്ങനെ എല്ലാത്തിനും ഓരോത്തിനും ഓരോ കഴിവ് ഓരോരുത്തർക്കുണ്ട്. സർവ കഴിവുമുള്ളവൻ, അതാ ഞാൻ അടുത്ത് പറയാൻ പോകുന്നുണ്ട്, അത് അല്ലാഹുവാണ്. അങ്ങോട്ട് കേട്ടോളി. പോലെ അല്ല. ചുരുക്കി പറഞ്ഞാൽ കഴിവുകൾ പലവിധം, പല സൃഷ്ടികൾക്കും പലവിധം. ഒരേ ഇനത്തിലും വർഗത്തിലും പെട്ട സൃഷ്ടികൾക്ക് തന്നെ വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ട്. എന്നാൽ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരം പലർക്കുമുണ്ട്, പക്ഷേ സർവാധികാരി അതാണ് അല്ലാഹ്. ഇതുപോലെ ആർക്ക് എന്തിന് എത്ര എങ്ങനെ എവിടെ എപ്പോൾ എന്ത് കഴിവുണ്ടോ ആ കഴിവിനെ മുഴുവനും നിയന്ത്രിക്കാനും നൽകാനും കഴിവുള്ളവൻ അവനാണ് അല്ലാഹ്. അതാണ് എന്താ പറഞ്ഞേ, ഓരോരുത്തർക്കും ഓരോ കഴിവ്. നിങ്ങൾക്ക് ഇപ്പൊ തെങ്ങുമ്മ കയറാനുള്ള കഴിവ്, മറ്റേക്ക് കവുങ്ങുമ്മ കയറാനുള്ള കഴിവ്, മറ്റേക്ക് പ്ലെയിൻ ഓടിക്കാനുള്ള കഴിവ്. എന്നാ എല്ലാ കഴിവുള്ള ആര്? അല്ലാഹ്ക്കാണ്. ആ പറഞ്ഞതിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ ഓരോ കഴിവും ഒരാൾക്കില്ല, അല്ലാഹ് കൊടുക്കുന്നതല്ലാതെ. ഇതെല്ലാം കൂടി അല്ലാഹ് അങ്ങനൊന്നുമില്ല. ഏത് ഒരു കഴിവാണെങ്കിൽ തന്നെ അത് ആര് കൊടുക്കണം? അല്ലാഹ് കൊടുക്കണം. സർവ്വ കഴിവും അവൻ തന്നെയാണ്, ഓരോ കഴിവും അവൻ തന്നെയാണ്. ഞാൻ പറയുന്നത് ഇവിടെ ഔലിയാക്കന്മാരെ കഴിവ് പറയുന്നിടത്ത് മാത്രം എങ്ങനെ മുഖേന വന്നു? അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞിടത്ത് മാത്രം എങ്ങനെ മുഖേന വന്നു? ഈ വലിയന് കഴിവില്ല, രോഗം മാറ്റാൻ കഴിവില്ല. അതേ സമയത്ത് ഈ അബ്ദുറഹ്മാന് തെങ്ങുമ്മ കയറാൻ കഴിവുണ്ട്. അതെങ്ങനെ വന്നു? അബ്ദുറഹ്മാൻ തെങ്ങുമ്മ കയറുമ്പോ കഴിവുണ്ട്, അതേ സമയത്ത് ഈ വലിയന് കഴിവില്ല, രോഗം മാറ്റാൻ കഴിയൂല. ഇതെങ്ങനെ വന്നു? വലിയ ശൈഖ് അവർക്കല്ല അഭൗതികമായി തന്നെ ഖുദ്റത്ത് നൽകും എന്ന് പറഞ്ഞാൽ, ഞമ്മക്ക് സാധാരണ കഴിവാണ് നൽകുന്നതെങ്കിൽ ഔലിയാക്കൾക്ക് സ്പെഷ്യൽ കഴിവ് നൽകും. നൽകുന്നവൻ അല്ലാഹുവാണ്. ആ കഴിവ് നൽകുമ്പോ അവരോട് തന്നെ ചോദിക്കാതെ ഇപ്പൊ നിമിത്തം എന്ന് പറഞ്ഞ് നിർത്തണ്ട. അത് ഇപ്പൊ പറയാ മുഹിയുദ്ദീൻ ശൈഖേ അള്ളാന്റെ അടുത്തുനിന്ന് വാങ്ങിത്തരണേ എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? ഞങ്ങളെ ചോദ്യം അതല്ല. മുഹിയുദ്ദീൻ ശൈഖേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖുദ്റത്ത് തന്നിട്ടുണ്ടല്ലോ. അഅ്താക മിൻ ഖുദ്റത്തിൻ, അതല്ലേ ഖുതുബിയത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് അല്ലാഹു വലിയ ഖുദ്റത്ത് തന്നു, ആ ഖുദ്റത്തിൽ നിന്ന് നിങ്ങൾ നൽകണം. ഈ വലിയന് കഴിവുണ്ട്, അല്ലാഹു കൊടുത്തതാണ്. അപ്പൊ പിന്നെ അവിടെ ദുർവ്യാഖ്യ നേരത്തെ കൊടുത്തു വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അബ്ദുറഹ്മാൻ തെങ്ങുമ്മ കയറാനുള്ള കഴിവ് നേരത്തെ കൊടുത്തതാ? അവിടെ എന്താ അങ്ങക്ക് ഇസ്കാലാവാത്ത്? തെങ്ങുമ്മ കയറാൻ കഴിവുണ്ട് നിങ്ങൾ പറയുന്നുണ്ട്, അത് നേരത്തെ കൊടുത്തതാ? അത് ഏതർത്ഥത്തിലാണോ കൊടുത്തത് അതേ കൊടുക്കൽ കൊടുക്കും വെച്ചോളി. കൊടുക്കപ്പെടുന്നത് അവിടെ സാധാരണ കഴിവാണ്, ഇവിടെ ഏറ്റവും വലിയ കഴിവാണ്. അതല്ലേ നമ്മൾ പറഞ്ഞത്, സാധാരണ കാര്യങ്ങൾ കൊടുക്കുന്നതല്ല. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവും അല്ലാഹുവിൽ നിന്ന്. മനുഷ്യർക്ക് അതിൽ ഇഖ്തിയാർ കൊടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുക്കാം. അല്ലാഹു ഖൽഖ് ചെയ്യും. ഇതുപോലെ ഔലിയാക്കന്മാർക്ക് ഇഖ്തിയാർ കൊടുത്തു. ഔലിയാക്കന്മാർക്ക് അല്ലാഹ് തെരഞ്ഞെടുത്ത് ആ വിഷയം ചെയ്യാനുള്ള അധികാരം, അതാ ഇഖ്തിയാർ. അപ്പൊ ഈ വലിയന് കഴിവില്ല എന്നുള്ളത് കളവല്ലേ? കഴിവുണ്ട്, റബ്ബ് കൊടുക്കുന്നതാണ്. തെങ്ങുമ്മ കയറുമ്പോ ഇല്ലാത്ത ഒരു വിശേഷണവും ഷർത്തും എങ്ങനെയും വലിയന്റെ അടുത്തെത്തുമ്പോ എത്തി? അതാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ചേകനൂരിന്റെ വിശ്വാസത്തിൽ ഞങ്ങളുള്ളത്. ഇപ്പൊ ഒരു ഇസ്തിഗാഥിപ്പല്ല ഞങ്ങൾ പറയുന്നത്. എന്താ അറിയോ? തവസ്സുലുണ്ട്, ഹബീബായ തങ്ങളെ ഹക്ക് ജാഹ് കൊണ്ട് പൊറുക്കണേന്നുണ്ട്, അവിടത്തെ ഹക്ക് കൊണ്ട് രോഗം മാറ്റണേന്നുണ്ട്.
എന്നാ ഹബീബായ തങ്ങളോട് അലി മടവൂർ ശൈഖിനോട് നേരിട്ട് അങ്ങേക്ക് അല്ലാഹു മുഅ്ജിസത്ത് കറാമത്ത് നൽകുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെ രോഗം മാറ്റണം. ഇതാ ഇസ്തിഗാസ. ഈ ഇസ്തിഗാസ അദബ് കേടാണോ? അവിടെ മുഖേന പറയണോ? ഇവിടെ പറയണ്ടേ എന്നല്ല. അവരെ സഹായം തന്നെ എങ്ങനെയാ? മടവൂർ ശൈഖുനാന്റെ അടുത്തൊക്കെ ഒരാൾ ചെന്നാൽ സുഖപ്പെടുത്തണേ എന്ന് ദ്വാരക്കല, ഞാൻ സുഖപ്പെടുത്തി എന്നാ പറയാ. ഞാനത് വേണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞിട്ട് കുഴപ്പമാണ്ട, നിങ്ങളെ പുതിയ അംഗണ്ടല്ലോ അയാൾ വരട്ടെ, ഫഖറാസനി അയാളാളപ്പോ പുതിയ ആള്. അയാൾ എന്നെ മടവൂർ ശൈഖുനെ കുറിച്ച് പറയുന്നുണ്ട്, ശരിക്ക് കേട്ടോളി. ഞാൻ സുഖപ്പെടുത്തി തന്നെ പറയല്, ദ്വാരക്കലില്ലാന്ന്. ഇനിയിപ്പോ പകരങ്ങളെ സ്വന്തം ആളായതുകൊണ്ട് അയാൾ പറഞ്ഞതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ ഔദ്യോഗിക ആളായി പോയത് കൊണ്ട് നിങ്ങൾ അക്കൗണ്ടിൽ കയറിയത്. ഇതിലതിന് ഉദാഹരണമൊക്കെ ഉഷാറായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഒരു കച്ചവടം നടത്തുന്ന ഒരാള്, മൂപ്പരെ സ്വന്തം തൊയ്യുസ്താദ് ഒരു കച്ചവടം നടത്താണ്. ഞാൻ അവിടെ ഒരു സാധനം വാങ്ങാൻ ചെന്നു. എന്നാൽ ഞാൻ ചോദിച്ചത് എടുക്കട്ടെ എന്ന് ചോദിച്ചു, എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മൂപ്പര് ഞാൻ അത്രയും ബന്ധമാകുമ്പോൾ ഒരേ മനസ്സാവുമ്പോൾ എടുത്തുകൊണ്ടാവുമല്ലോ എനിക്ക്. അങ്ങനെയാണ് ഔലിയാക്കന്മാർ, ഒറ്റ മനസ്സിലാണ്. അവതാരപരം വാദം വരുന്നുണ്ടോ ഒക്കെ നോക്കിക്കോളിട്ടോ. അതേപോലെ അവിടെ പിന്നെ ഈ തംസീൽ, അതായത് ഉപമ പറയുമ്പോൾ ഏതാണ് വജൂഷബ് എന്നൊക്കെ ശരിക്കും നോക്കിക്കോളി. ഒക്കെ പെടാൻ പോവാണ്. ഞങ്ങൾ ഓരോന്ന് ഇറക്കിയത് നിങ്ങൾ കുടുങ്ങും. അതുകൊണ്ട് ഔലിയാക്കന്മാർ സഹായിക്കുന്ന രൂപം പകരഹസനി പറയട്ടെ. സഹോദരന്മാരെ, അവിടുത്തെ നാവ് കൊണ്ട് ഒരു വിഷയം പറഞ്ഞാൽ അപ്പടി നടക്കും. ഒരു വിഷയം സിഎമ്മിന്റെ ഹാലത്ത് മാറിയതിനു ശേഷം പടച്ചവനെ അത് ശരിയാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞത് കാണുകയില്ല. ഞാനത് മാറ്റിയിരിക്കുന്നു, ആ രോഗം വേണ്ട, അത് വേണ്ട എന്നാ പറയുന്നത്. അല്ലാതെ അള്ളാഹുവെ മാറ്റിക്കൊടുക്കണേ എന്ന് പറയാറില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. ആ കാലമല്ല, സിഎമ്മിന്റെ അവസ്ഥ മാറിയ ശേഷം മുഴുവൻ അവിടെ നിന്ന് അങ്ങനെ ചെയ്യല. അതെന്താ കാര്യം? നമ്മളൊരു സുഹൃത്തും നമ്മളും കൂടെ ഒരു കടയിലുണ്ടെന്ന് കേൾപ്പിക്കും. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരണം എന്ന് നമ്മളോട് പറയണം. എന്നാൽ നമ്മളും അയാളും കേട്ട് വല്ലാതെ ബന്ധമായി ഒരു ശരീരം പോലെ മാനസികമായി അടുത്താൽ ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ നമുക്ക് വെറുപ്പായി. നിങ്ങൾ എന്താ എന്നോട് അങ്ങനെ പറയും? നിങ്ങൾ അത് എടുക്കട്ടെ എന്ന് എന്നോട് പറയാൻ വേണ്ടി നിങ്ങൾ അങ്ങ് എടുക്കട്ടെ. ഇത് നമ്മൾ പറയുന്ന സ്വഭാവമാണ്. അതിലേറെയാണ് അള്ളാഹുവിന്റെ മഹബത്തുണ്ടായാൽ അവര് തന്നെ ഒരു സാധനത്തിനോട് ആവുക എന്ന് പറഞ്ഞാൽ അത് ആവുന്നതാണെന്ന് മഹാനായ ജീലാനി നിങ്ങൾ പറഞ്ഞില്ലേ. ഈ സ്വഭാവത്തിലേക്ക് സിയമെത്തിയിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ അപ്പൊ അത്രയും അടുപ്പാണ്, ഒരു മനസ്സ് പോലെ. ഇതൊക്കെ നമ്മളാ പറഞ്ഞ മറ്റാൾ വരും പോലെ എന്നുണ്ടില്ലേ. അപ്പൊ അള്ളാഹ്ക്കും മടവൂർ ശൈഖിന് ഒരേ ഹൃദയാണില്ലേ. അള്ളാഹ്ക്ക് ഹൃദയം ഉണ്ടാക്കിയില്ലേ. പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഒരു മൊബൈൽ കൊടുത്താൽ അതിനൊരു വജുഹുസഭ ഉണ്ട്, കിട്ടിയാക്ക് ഉപയോഗിക്കാൻ ഇഖ്തിയാർ. അപ്പൊ അത് വെച്ച് കണ്ടോ, പിന്നെ അള്ളാഹ്ക്ക് നിയന്ത്രണമല്ല എന്ന് പറഞ്ഞു പറ്റിച്ച പോലെ. ഇതൊക്കെ ഞങ്ങളാ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് മര്യാദക്ക് മറുപടി പറഞ്ഞേക്ക്. മടവൂർ ശൈഖുനാന്റെ അടുത്ത് എന്നാൽ അത് ഞാൻ സുഖപ്പെടുത്തി എന്നാ പറയൽ. നിമിത്തൊന്നും അവിടെ ഇല്ലെന്നെ. എന്ത് നിമിത്തം അവിടെ നേരെ പറയാണ്, ഞാൻ സുഖപ്പെടുത്തി. അത് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവാ. ആ കഴിവ് അള്ളാഹു അവർക്ക് നൽകുകയാണ്. അപ്പൊ അവിടെ അതാ ഞങ്ങൾ ചോദിച്ചത്. പകരഹസനി പറഞ്ഞ ഈ വിഷയം പേരോട് റഹ്മാൻ സഖാഫി അടുത്ത സാഹിത്യോത്സവിന്റെ വേദിയിൽ നിന്ന് ഈ ഇസ്തിഗാസ നേരിട്ട് ചോദിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്. എവിടെ എത്തി നിങ്ങൾ?